എറണാകുളം ജനറൽ സെക്രട്ടറി CM മോഹനൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നെഞ്ചത്താ ചവിട്ടേക്കണത്. ഞാൻ പറഞ്ഞു പോലീസുകാരോട് പറ, നിങ്ങൾ വിവരം പറയാൻ പറഞ്ഞു. എന്നാ പോലീസ് എന്നത്? പോലീസ് പക്ഷം പിടിച്ചെന്നല്ലേ വേണ്ടത്. പോലീസ് ഈ കാര്യത്തിൽ അവരെ അരിക്കാക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കേസിന്റെ ഇത് ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അപ്പൊ വസ്തുതയും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നിയമസഭയിൽ പ്രശ്നം ഉണ്ടാക്കുക, മറ്റ് തരത്തിലുള്ള വലിയ ഇതാക്കി മാറ്റുക, അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. ഞങ്ങളിപ്പോ ഇന്നലെ പ്രകടനം നടത്തി. ഞങ്ങൾ ആ പ്രദേശത്തെ മുഴുവൻ വീടും കയറാൻ പോകുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിക്ക് ആ വീട് പറയാൻ പോകും. തോൽവിയും വിജയമൊന്നും അല്ല പ്രശ്നം. സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉദാഹരണം നടത്തിയിരുന്നു. അതിന്റെ പേരിൽ ആ പെൺകുട്ടി, ആ സ്ത്രീ പറയാത്ത ആളുകളുടെ പേരുകൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയാത്ത ആളുകളുടെ പേര് പറഞ്ഞ കഥകൾ ഇഷ്ടംപോലെ ചരിത്രത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള പേരുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്തില്ല. അവരിപ്പോ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡി നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവരിനി കോൺഗ്രസ് രക്ഷിക്കുന്നതാണോ? രക്ഷിച്ചോട്ടെ, അത്രേ ഉള്ളൂ. നാട്ടുകാരെ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഒരാളെ നിങ്ങൾ സംരക്ഷിച്ചില്ല എന്ന് പറയാൻ ഇടവരില്ല. ഞങ്ങൾ ഈ നാട്ടിൽ അങ്ങനെ നമ്മുടെ പാർട്ടിക്കകത്തുള്ള ഏത് മെമ്പറേയും സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് കലാരാജ്യത്തിന്റെ കാര്യത്തിലും ശരിയാണെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ അവർ വോട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാൻ പറ്റും? കോൺഗ്രസ്സുകാർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ നടപടിയെടുക്കാനുള്ളതൊന്നുമില്ല. അവരിപ്പോ കൂറുമാറി വോട്ട് ചെയ്തൊന്നുമില്ല. അവർ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തിട്ടില്ല, യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ അവരുടെ പേര് നടപടിയെടുക്കാൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇനി വല്ലതും ഇപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ വെളിച്ചത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് എതിരായിട്ട് വസ്തുതയല്ലാത്ത ആക്ഷേപം ഉന്നയിച്ചതിന്റെ പേരിൽ പിന്നീട് ആലോചിക്കും. അതൊന്നും ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കയറി ചെയ്യേണ്ട കാര്യങ്ങളല്ലോ. അത് സാവകാശം നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങൾ. എന്നൊന്നും പറയാൻ പറ്റില്ല. പോലീസ് എന്താ വെച്ചാൽ പോലീസിനങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങളെന്താ അറിയുക, കേസെടുക്കുന്നത് എങ്ങനെയാണ്? കേസെടുക്കുന്നത് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്ത്രീ കൊടുക്കുന്ന മൊഴി, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR വരുന്നത്. ആ FIRൽ എന്നെ അവിടെ പിടിച്ചു പോയി വണ്ടിയിലേക്ക് എടുത്ത് എറിഞ്ഞു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ സെക്ഷൻസ് ഉണ്ട്. അതെ അതെ അല്ല അത് പോലീസ് അന്വേഷിക്കട്ടെ. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് ആ കാര്യം ഉൾക്കണ്ടയില്ല. നമ്മുടെ ആൾക്കാരെ 4 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസിനെ ആർക്കെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യാം. രതീഷിനെ അറസ്റ്റ് ചെയ്യാം. LC സെക്രട്ടറി വേണേൽ അറസ്റ്റ് ചെയ്യാം. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അല്ല, അവർക്ക് അത് തെറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അല്ല, പോലീസിന് തള്ളിപ്പണ്ട. നിങ്ങൾക്ക് പോലീസ് എന്താ നിങ്ങൾക്ക് അറിയില്ലാത്തതിന്റെ പേരില്ല. നിങ്ങൾ ഓർത്തിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്റെ പോലീസ് കംപ്ലീറ്റ് ഈ പിണറായി വിജയൻ പറഞ്ഞാൽ കേട്ടോന്നല്ല. പോലീസിന്റെ അടുത്തൊക്കെ വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പോലീസിന് പോലീസ് എടുക്കുന്ന അതെ കറക്റ്റ്. പോലീസിന്റെ ഈ പറഞ്ഞ പുറമേയുള്ള ഭാഷയിലല്ല, പോലീസിന് അവർ കൊടുത്ത മൊഴി അടിസ്ഥാനത്തിലാണ് കേസ്. അപ്പൊ പോലീസ് തോന്നിയിരുന്ന ചിലപ്പോൾ ഇവരുടെ പേരിൽ കേസെടുക്കും. അല്ല നിങ്ങൾ അതിനെക്കുറിച്ച് നാളെ എഴുത്. അല്ല ഈ സത്യം ഒന്നും എഴുത്തിൽ വരുന്നില്ല, ചോദ്യത്തിന് മാത്രമല്ലേ ഉള്ളൂ. അല്ല നമ്മുടെ ഈ ചോദിക്കുക മാത്രമേ ഇതൊക്കെ വരുന്നുള്ളൂ. എഴുത്തിലൊന്നും കാണുന്നില്ല. അതാണ് നിഷ്കളങ്കമായിട്ട്. അല്ല, നിഷ്കളങ്കമായിട്ടില്ല, ഞങ്ങള് ഒറിജിനലായിട്ട് തന്നെ കാണുന്നുണ്ട്. CN മോഹനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കലാരാജുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക്